ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നും സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരും. യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്നും നടക്കുക. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൽ വാദം തുടരുകയാണ്. യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധന ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാവൂദി ബോറ വിശ്വാസി സംഘടനയ്ക്ക് വേണ്ടി ഇന്ന് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി വാദങ്ങൾ ഉന്നയിക്കും. സമയം ലഭിച്ചാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ചുകൊണ്ട് വാദങ്ങൾ ഉന്നയിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയം പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ പല സുപ്രധാന നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മതാചാരങ്ങളിലെ ഇടപെടൽ, സർക്കാർ ഇടപെടലിൽ മുൻകൂട്ടി ഒരു പൊതു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനാകില്ല എന്നതാണ് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ അടക്കം യുവതീ പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് വാദങ്ങൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വേളയിലാണ് സർക്കാരിന് ഇത്തരത്തിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്തായാലും വാദം വരും ദിവസങ്ങളിലും തുടരും. എന്തായാലും ഇന്ന് വിശാല ബെഞ്ചിൽ വാദം തുടരുകയാണ്. ജില്ലാ പ്രസിഡന്റ് ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.